ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കല്യാണ തലേന്നിൻ്റെ കറിയാണ്. നമ്മുടെ പോട്ടിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ അത്താഴത്തിൻ്റെ സ്പെഷ്യൽ കറിയാണിത്. ഈ കറീനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് പോട്ടിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പോട്ടിക്കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ഗരം മസാലയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഒരു ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് കുറച്ച് പട്ട, കരയാമ്പ്, ഏലക്ക, ജാതിക്ക, ജാതിപത്രി, തക്കോലം, കുരുമുളക് ഇത്രയും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ജീരകവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒരുപാട് വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടാകണ്ട. നമ്മുടെ മസാല പൊടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയുടെ മുഴുവനും നമുക്ക് കറിക്ക് വേണ്ടി വരില്ല. ഞാൻ ഏകദേശം 3/4 ഭാഗത്തോളം എടുക്കുന്നുള്ളൂ. ഗരം മസാല പൊടിക്കുന്നതെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു 5 തൊട്ട് 6 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ പൊടിച്ച ഗരം മസാല പൊടി, ഏകദേശം 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഓട്ടിൽ വറുത്തെടുക്കാം. അപ്പം മസാല മൂത്ത മണം വരും. കരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഓട്ടിൽ വറുത്തെടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ കറിയുടെ മെയിനായിട്ടുള്ള മസാലക്കൂട്ട്. ഇനി ഒരു ഉരുളി അടപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഏകദേശം 2 കുടത്തോളം വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങയും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഏകദേശം 2 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 5 കിലോ പോട്ടിയും ഒരു കൈയും കാലും ആണ് കറി വയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 2 തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ നല്ലതുപോലെ വറുത്തെടുക്കണം. തേങ്ങ നല്ല ഒരു മൂത്ത നിറം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് കളറും കിട്ടില്ല, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. അതേപോലെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഓട്ടിൽ വറുത്ത് വെച്ച മസാലപ്പൊടിയിൽ നിന്ന് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലോട്ടുള്ള മസാലപ്പൊടികളും തേങ്ങയ്ക്കൊക്കെ കുറച്ച് കരിവ് വരും. അപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് ആറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ചൂടൊക്കെ കുറച്ച് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ മിക്സിയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ട് ആവശ്യത്തിന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പോട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ വൃത്തിയാക്കിയ പോട്ടിയല്ല വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ട് ക്ലീൻ ചെയ്ത് നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പോട്ടിയൊക്കെ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൊട്ടയിലേക്ക് വാരി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും. അപ്പോൾ കഴുകി കൊട്ടയിലോട്ട് വാരി മാറ്റണം. ഇനി നമുക്ക് ഇതിൻ്റെ കൈയും കാലൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി നുറുക്കിയെടുക്കണം. ഏകദേശം ഒരു 3 ഇഞ്ചോളം വരുന്ന 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കൊത്തി നുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. കുറച്ച് വലിപ്പം കൂടിയാലൊന്നും കുഴപ്പമില്ല, കാരണം പോട്ടി വേകുമ്പോഴേക്കും സവാളയുടെയൊക്കെ പൊടി പോലും കാണില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് വേണം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 5-8 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു മീഡിയം എരിവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മുളക് പൊടിയാണെങ്കിലും ഞാൻ 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറും സാധാരണ ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ്, ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് മുളക് പൊടി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇടാം. പച്ചമുളകും എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഉരുളി എടുത്തിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓട്ടിൽ വറുത്ത് വെച്ചിട്ടുള്ള മസാല 1/4 ഭാഗത്തോളം നമ്മൾ തേങ്ങയിലിട്ടു. ബാക്കിയുള്ള മസാല മുഴുവനും ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി തിരുമാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ മസാലപ്പൊടിയിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യമനുസരിച്ച് ചേർക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട് രണ്ടാമത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കൂട്ടിത്തിരുമണം. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പോട്ടിയിൽ നിന്ന് തന്നെ ആവശ്യത്തിൽ കൂടുതൽ നെയ്യ് കിട്ടും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതൊന്ന് തിരുമാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തിരുമിയെടുക്കാം. അപ്പോൾ മസാല ഒന്ന് കൂട്ടി തിരുമിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുള്ള പോട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ കൈയല്ല ഇത്. കഴിഞ്ഞൊരു ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചു അത് എൻ്റെ കൈയല്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ കൈയല്ല, അപ്പച്ചൻ്റെ കൈയാണ്. അപ്പോൾ നമ്മുടെ പോട്ടിയും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൈയും കാലും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈയും കാലും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പോട്ടിയും കൈയും കാലും മസാലയൊക്കെ കൂടി നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. കാരണം കുറച്ച് സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. എളുപ്പമാകാൻ വേണ്ടിയിട്ട് വലിയ സ്റ്റൗവിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ എല്ലൊക്കെ ആദ്യം ഒന്ന് പെറുക്കിയിട്ട് കൊടുക്കണം. എല്ലിനായിരിക്കും കുറച്ച് വേവുള്ളത്. അപ്പോൾ എല്ലൊക്കെ ആദ്യം പെറുക്കിയിട്ടതിന് ശേഷം ബാക്കി നമ്മുടെ പോട്ടി കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, വെന്ത് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മുടെ പോട്ടിയൊക്കെ കുക്കറിലേക്ക് വാരിയിട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ കൈയും ആ ഉരുളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെയും ആവശ്യമില്ല. എന്നാലും നമ്മുടെ മസാലയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തിളച്ചൊക്കെ പുറത്തോട്ട് പോകാണ്ടിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ പൂട്ടി വിസിലിടാം. അപ്പോൾ തീ കൊടുത്തിട്ടുണ്ട്. വലിയ അടപ്പായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വിസിൽ കിട്ടും. അപ്പോൾ ഇവിടെ വിസിൽ അങ്ങനെ അടുപ്പിച്ച് കളയില്ല. വിസിലടിക്കാൻ പോകുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് വിസിലടിപ്പിച്ചിട്ടാണ്. അപ്പോൾ വിസിലടിച്ചതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റോളം കുറച്ച് വെക്കണം. ഓരോ കുക്കറിൻ്റെയും വേവ് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ വേവുന്ന സമയമൊക്കെ. ചില കുക്കറിൽ വേഗം വെന്ത് കിട്ടും, ചില കുക്കറിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. നമ്മുടെ ഹോക്കിൻസിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇതിലൊരു 20 മിനിറ്റ് വേവിച്ചാൽ മതി. 20 മിനിറ്റ് വിസിലടിക്കാതെ തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ആവിയൊന്നും തുറന്ന് കളയരുത്. തനിയെ ആവി പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പോട്ടിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ച് ഉരുളിയിലേക്ക് തന്നെ ഇടണം. ഉരുളിയിലിട്ടാണ് നമ്മൾ മസാലയൊക്കെ കൂട്ടാൻ പോകുന്നത്. നമ്മുടെ പോട്ടി കറക്റ്റ് വേവാണ്, ഒരുപാട് ഓവറായിട്ട് വെന്തിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത പോട്ടി ഉരുളിയിലേക്ക് പകർത്തി കൊടുക്കണം. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ചൂടാണ്. മേത്തോട്ടൊക്കെ വീണുകഴിഞ്ഞാൽ പെട്ടെന്ന് പൊള്ളി പിടിക്കും, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ആദ്യം എല്ലൊക്കെ എടുത്തിട്ടതിന് ശേഷം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പോട്ടിയൊക്കെ ഉരുളിയിലേക്ക് കൊട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം പറ്റിക്കണം. മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം പറ്റിച്ചെടുക്കണം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അരപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്ത അരപ്പ് ഒട്ടും മാറ്റിയിട്ടില്ല, അതപ്പടിയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കണം. നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകി ഒഴിച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മുടെ തേങ്ങക്കൊക്കെ നല്ല നെയ്യായതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതുമേന്നൊന്നും ക്ലീനായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ആ മിക്സിയൊക്കെ കഴുകി മാത്രം വെള്ളം ഒഴിക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സിയൊക്കെ വടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നെയ്യ് തിരിയണം. അപ്പോൾ തളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെന്ത പോട്ടി ആയതുകൊണ്ട് അടിയൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഇതൊന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ തേങ്ങ അരച്ച അരപ്പും മസാലയൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അത്താഴത്തിൻ്റെ കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് പച്ചക്കയൊക്കെ ഇടും.
നമ്മൾ ഇതിനകത്ത് പച്ചക്കയൊന്നും ഇടുന്നില്ല, അല്ലാണ്ട് തന്നെയാണ് കറി വെക്കുന്നത്. പച്ചക്കയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ നിന്ന് ഇതിലേക്ക് പകർത്തുന്ന സമയത്ത് പച്ചക്ക ഇടാം. എന്നിട്ട് അരപ്പൊക്കെ കൂടി ഇട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പച്ചക്കൊന്ന് വെന്തതിന് ശേഷം അരപ്പിട്ടാലും മതി. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചേർത്തതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പോട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 എല്ലും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 പച്ചക്കയോളം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചേനയുടെ സീസൺ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേന കൂടി ഇടുന്നുണ്ട്. പച്ചക്കൊന്ന് തിളച്ചതിന് ശേഷം ചേന ഇട്ടാൽ മതി. ചേന ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വാളിനോളം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് മസാലയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് മസാലയുടെയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താളിച്ചിടുന്ന കൂട്ടത്തിൽ കുറച്ച് മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് താളിച്ചിടാം. അപ്പോൾ ഞാനിവിടെ മസാലയൊക്കെ കറക്റ്റായിരുന്നു, അത് കാരണം കൊണ്ട് ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഉള്ളി മാത്രമേ താളിച്ചിടുന്നുള്ളൂ. വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചിടുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ താളിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും നമ്മുടെ പച്ചക്ക കറിയിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിച്ചും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഇങ്ങനെ മൂടിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പച്ചക്ക ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേന കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചേനയൊക്കെ വേകാനായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലത്തെ നെയ്യും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോരി ആ കറിയിലോട്ടിട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ താളിച്ചിട്ട് മൂടി വെച്ച കറി തുറന്ന് നോക്കാം. അപ്പോൾ നെയ്യൊക്കെ തിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലിൻ്റെ അന്നൊക്കെ മുട്ടി കഴിക്കണം. മകനൊക്കെ ഇതിനെ പറയുന്നത് ബുൾബുൾ എന്നാണ് പറയുന്നത്. അത്താഴത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും മോരുചാറും ക്യാബേജും അച്ചാറും പൊട്ടിക്കറിയും, അതാണ് ഒരു കോമ്പിനേഷൻ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ മുട്ടിച്ചാറ് കിട്ടാറുണ്ട്. അത് ഒരടുത്ത റെസിപ്പിയായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. നമ്മുടെ പൊട്ടിക്കറിക്ക് പുട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ചൂട് പുട്ട് കുത്തിയതിന് ശേഷം നമ്മുടെ ചൂട് പൊട്ടിക്കറിയും കൂടി ഇട്ട് കഴിക്കാം. അപ്പോൾ പുട്ടും പൊട്ടിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. കാണിക്കണ്ട ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട്